പണത്തിൻ്റെ പേര് നിങ്ങൾ ആരും ബുദ്ധിമുട്ടിൻ്റെ പേരില്ല. ആ ഒരു വാക്കെന്ന് പറഞ്ഞത് നിസ്സാര വാക്കല്ല അല്ലേ? നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞാൽ നീ പേടിക്കേണ്ട മോനെ, പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേക്കെന്ന് പറഞ്ഞൊരു ഒരു ധൈര്യമാണ്. ഈ ആശുപത്രിയിലൊക്കെ പോയിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളൊക്കെ ആശ്വസിപ്പിച്ചതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കുന്നത്. ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യസ്നേഹി ആർക്ക് വേണമെങ്കിൽ തോന്നാവുന്ന കാര്യമാണ്. എന്താ പറയുക, ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസകരമാണ്. കാരണം പൈസ, വീട് എന്നൊക്കെ ഉള്ളത് നമ്മുടെ അടുത്ത കാര്യങ്ങളാണ്, അതല്ലല്ലോ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ അപ്പോൾ അപകടത്തിൽ രക്ഷപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് ഇത്തരെങ്കിലും ഒരു ആശ്വാസം കൊടുക്കുക, അല്ലെങ്കിൽ അവർ സമാധാനിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെ. അപ്പോൾ അത് മോദിജി വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ ആൾക്കാർ പലതും പറയും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ആണ്, അഭിനയം എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ കൂടി തന്നെ ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ആക്ടിങ് ആണെങ്കിൽ പോലും അദ്ദേഹം ചെയ്തത് അല്ലേ? ഒരു കൊച്ചുകുട്ടിയുടെ ഒപ്പം ഒരു വാത്സല്യനിധിയായിട്ടുള്ള മുത്തശ്ശൻ്റെ പോലെ ഒരു ആള് മുത്തശ്ശനായി മാറുകയാണ് കുറച്ചെടുത്തേക്ക് കൊച്ചിൻ്റെ അടുത്ത്. ആ കൊച്ച് താടിയിൽ തൊടണം, അത് കണ്ണാടിയിൽ തൊടണം. സാധാരണ അങ്ങനൊന്നും ആരും അനുവദിക്കാറില്ല. പക്ഷേ അത്രയും ഡെപ്തിൽ അദ്ദേഹം ഡീപ്പായിട്ട് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഭാഷയിലൊന്നും അല്ലല്ലോ, നമ്മുടെ ആക്ഷൻ മറ്റു കാര്യങ്ങളിൽ നിന്നാൽ നമ്മുടെ ഇമോഷനിൽ നിന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കി എടുക്കുന്നുണ്ടോ നമ്മളെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞ ദിവസം മറുനാടൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലും മുണ്ടക്കയിലും നടത്തിയ സന്ദർശനം സകല മനുഷ്യരുടെയും മനസ്സ് നിറച്ചു എന്നതിൽ തർക്കമൊന്നും വേണ്ട. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മോദിയെ കുറ്റം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ ദേശാഭിമാനിയിൽ എല്ലാം കണ്ടു മടങ്ങി ഇനി പ്രഖ്യാപനത്തിന് കാത്തിരിക്കാം എന്ന തരത്തിൽ 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തരാതെ വരുമ്പോൾ തെറി പറയാൻ മുൻകൂർ ജാമ്യമെടുത്തത്. മോദിയുടെ ആ സന്ദർശനം എത്രമാത്രം ഹൃദ്യമായിരുന്നു, അത് എത്രമാത്രം കേരള ജനതയെ സ്വാധീനിച്ചു എന്നതിന്റെ തെളിവായി ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പാണ്. സ്റ്റാൻലി കടുത്ത മോദി വിരുദ്ധനും തീവ്ര കോൺഗ്രസ്സുകാരനുമാണ്. ഇതൊരു രാഷ്ട്രത്തിന്റെ കരുതല, പ്രധാനമന്ത്രി മോഡി എന്നുള്ളതല്ല, ഈ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു പ്രോട്ടോക്കോളാണ്. ഒരു ദുരന്തം ഉണ്ടായ പ്രധാനമന്ത്രി അവിടെ എത്തുക, ജനങ്ങളെ അവര് ഒപ്പം ഉണ്ടെന്ന് കാണിക്കുക, അവരുടെ അടുക്ക ചെല്ലുക, അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ മോഡി അത് എന്ത് ചെയ്യണോ അത് അയാൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അയാളെ സന്ദർശനം നടത്തുമ്പോൾ ഒരു നല്ല അഭിനയമാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഇയാളുടെ സന്ദർശനം കൊണ്ട് അത് ആൾക്കാർക്ക് ഇതിനകത്ത് ബന്ധപ്പെട്ട ഇരകൾക്ക് അത് വലിയ സാന്ത്വനമാവും. അയാൾ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുള്ളതാണെങ്കിൽ കൊച്ച് തടിയെല്ലാം പിടിച്ചു വലിച്ച് ശരിക്കും അതിന് നിഷ്കളങ്കമായിട്ടത് ഇത് ചെയ്യുന്നു. അതൊരു വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാത്രമല്ല അയാള് ചുമ്മാ ഒന്ന് ഷോ കാണിച്ചങ്ങ് പോവുകയല്ലോ ചെയ്തു, വിജയം കാണിച്ച പോലെ. പുള്ളി അദ്ദേഹം മണ്ടേ പോയി വണ്ടിയെ തന്നെ യാത്ര ചെയ്ത് തന്നെ അതിന്റെ ടോപ്പിൽ പോയി ഇത് കണ്ട് മനസ്സിലാക്കി. അയാളെ മുണ്ടക്കയിലാണെങ്കിൽ ആ സ്കൂളിന്റെ അവസ്ഥയും അതിന്റെ അകത്ത് പെട്ടവരെ എല്ലാരെയും തന്നെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ തയ്യാറായി. അവരെല്ലാരെയും അവര് സ്പർശിച്ച അയാൾ പോയത് വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ചൊരു അത് മാത്രമല്ല രാഷ്ട്രത്തലവൻ ഇത് മോഡിയുടെ സന്ദർശനം ഇവിടെ ഒത്തിരി എണ്ണം കിടന്നു അറിയുന്നുണ്ട്. മോഡിയുടെ സന്ദർശനമല്ല, പ്രധാനമന്ത്രിയായ രാജ്യം അവരോടൊപ്പം എന്നതാണ് വലിയ സന്ദേശം. അത് രാജ്യം ഒന്നാകെ ഈ ദുരിതബാധിതരോട് ചേർന്ന് നിൽക്കുന്നു
എന്നുള്ളൊരു രാജ്യത്തിന്റെ കരുതലാണ് പ്രൈം മിനിസ്റ്ററുടെ വിസിറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് മറ്റേ ഓഖി ദുരന്തം വന്നപ്പോഴും അയാള് വന്ന് അത് പിണറായി വിജയന്റെ അടുക്കലും പറഞ്ഞു. ഞാൻ വരുന്നു എന്ന് പറയുന്നത് ഇതാണ് അതിനകത്തെ മെസ്സേജ് എന്ന് പറഞ്ഞു. അന്നൊരു സ്ത്രീയെ കിടന്ന് കണ്ടോവാൻ ഒരു പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കിടന്നൊരു 5 മിനിറ്റ് മിച്ചം കിടന്ന കസറി. പുള്ളിക്കാരൻ അവിടെ നിശബ്ദനായിട്ട് മേലോട്ട് നോക്കിയത് മുഴുവൻ കേട്ടോണ്ട് അവിടെ നിന്നു. കാരണം പിണറായി വിജയനാണെങ്കിൽ തൂത്തെറിഞ്ഞായിട്ട് സ്ഥലം വിടും. അങ്ങനെ അയാൾ നിശബ്ദമായിട്ട് അത് അവർ പറയുന്ന മുഴുവൻ കേട്ടവിടെ നിന്നു. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും പിന്നെ അതിന് ശേഷം ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നതിന് ശേഷം അയാൾ പ്രസംഗിച്ചത്. ഇത് തന്നെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കളക്ടറേറ്റ് വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു ഒരു ശരിക്കും പറഞ്ഞ നല്ല മാതൃകാപരമായ ഒരു പെർഫോമൻസ് ആണിത്. കടുത്ത മോദി വിരുദ്ധനും തീവ്ര കോൺഗ്രസുകാരനുമായ സ്റ്റാൻലിയെ പോലും മോദിയുടെ ഈ ഇടപെടൽ സ്വാധീനിച്ചെങ്കിൽ അത് എത്രമാത്രം ഈ ജനതയെ ബാധിച്ചിട്ടുണ്ടാകാം. കാരണം എന്തൊരു കൂളായിട്ടുള്ള എല്ലാവരും കൂളാക്കുന്നൊരു മെൻറ്റാലിറ്റിയാണ്. ഇപ്പം എത്ര വലിയ പർവ്വതം അദ്ദേഹത്തിന് മുമ്പിൽ വന്നാലും അദ്ദേഹം വളരെ കൂളായിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മോദിജി എന്ന് പറഞ്ഞത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളോടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും എനിക്കുണ്ട്, പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ചെയ്ത് വളരെ എന്താ പറയുക, വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം വയനാട്ടിന് മാത്രമല്ല, നമുക്കും എല്ലാവരും ആ വയനാട്ടിലെ ഒരു ഇൻസിഡൻറ്റായിട്ട് കേരളത്തിലെ ജനത കംപ്ലീറ്റ് വിഷമത്തിലായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കും ഒരു ആശ്വാസമാണ്. ആ വീഡിയോ കണ്ട ശേഷം വളരെയധികം നമ്മുടെ എല്ലാവരും മനസ്സ് ഭയങ്കരമായിട്ട് ഫെൽട്ടായി. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് സഹായം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും മോദിജിയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പണത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ പക്ക വാക്കാണ്. കാരണം പണത്തിൻ്റെ പേര് നിങ്ങൾ ആരും ബുദ്ധിമുട്ടിൻ്റെ പേരില്ല. ആ ഒരു വാക്കെന്ന് പറഞ്ഞത് നിസ്സാര വാക്കല്ല അല്ലേ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞാൽ നീ പേടിക്കേണ്ട മോനെ, പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേക്കെന്ന് പറഞ്ഞൊരു ധൈര്യമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ മോദി വിരോധമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും മോദിജി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ പിണറായി വിജയൻ സാറായാലും എല്ലാ മന്ത്രിമാരായാലും അദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും ഒരു ആൾ പോലും വിമർശിക്കുന്നില്ല. വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം പക്ക ഒരു എന്താ പറയുക, ഒരു ജനനേതാവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതിലുപരിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്.